വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും അതുപോലെ തന്നെ SCRT, NCERT ഫാക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ലാറ്റിൻ ഭാഷ. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത്. അടുത്ത ചോദ്യം, ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത ഡാഷ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൂടുതലായിരിക്കും, കുറവായിരിക്കും, കൂടുകയും കുറയുകയും ചെയ്യും, ഇവയൊന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഉത്തരം കൂടുതലായിരിക്കും എന്നാണ്. അതായത് ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത കൂടുതൽ ആയിരിക്കും. രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ. രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ കെ ആണ്. കെ ഫോർ കട്ട എന്ന് ഓർത്ത് വെച്ചാൽ മതി. രക്തം കട്ട പിടിക്കാൻ കെ ഫോർ കട്ട. 5th ക്വസ്റ്റ്യൻ, ഷേവിംഗ് മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ആണോ, കോൺകേവ് ആണോ, സമതല ദർപ്പണമാണോ, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ദർപ്പണമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. കോൺകേവ് ദർപ്പണം ആണ് ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ വസ്തു എന്താണ്? ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ വസ്തു ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ചുവന്ന ഉള്ളി ഒക്കെ നമുക്ക് മുറിക്കുമ്പോൾ നീറ്റലുണ്ടാവുന്നത്. കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്ത് രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ്? ഉളിപ്പല്ലാണോ, മുഖത്തെ രോമങ്ങളാണോ, കോമ്പല്ലാണോ, മൂക്കും മേൽചുണ്ടും കൂടിയിട്ടാണോ കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ബി, മുഖത്തെ രോമങ്ങൾ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. മൈക്രോബയോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആര്? മൈക്രോബയോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ലൂയി പാസ്ചർ ആണ്. ഓപ്ഷൻ ഡി, ലൂയി പാസ്ചർ. താഴെ പറയുന്നവയിൽ മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഏതാണ്? സോഡിയം ആണോ, വനേഡിയം ആണോ, സിങ്ക് ആണോ, ലിഥിയം ആണോ? ഉത്തരം ഓപ്ഷൻ എ, സോഡിയം. സോഡിയം ആണ് മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. ഓപ്ഷൻ ബി, കേരളം. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവരിൽ ആരാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പു. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം. ഏത് രാഷ്ട്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കുറേ തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഡൽഹി, കൊച്ചി, കൽക്കത്ത, ബോംബെ. ഉത്തരം ബോംബെ ആണ്. കൈഗ ആണവോർജയ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൈഗ, കർണാടക. കർണാടകയിലാണ് കൈഗ ആണവോർജ നിലയം. മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? മീറ്റർ ഗേജ് പാലങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്നുള്ളത് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്ര ഉപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത്
ഏത് ഉപകരണമാണ്? അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്ര ഉപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണം ആണ്? ഉത്തരം പെരിസ്കോപ്പ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഉത്തരം റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്കിലാണ് വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് JP കൃപലാനി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ നിലക്കടല കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് എന്താണ്? തരൂർ സ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, എളയടത്ത് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം. ഇതിലേതാണ് കൊച്ചി രാജവംശം അറിയപ്പെടുന്നത്? ഉത്തരം പെരുമ്പടപ്പ് സ്വരൂപം. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം ഏതാണ്? ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ചത് 1925. ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ആനമുടി ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? പിറ്റി പക്ഷി സങ്കേതം. പിറ്റി സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. പിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ? ലക്ഷദ്വീപ്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? രൂപാന്തറാണോ, പരിവർത്തനാണോ, ലോക്പാലാണോ, അതുപോലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണോ? ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. കുറേ തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ദേശീയ ഗീതമല്ല, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ആര്? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ആര്? ഉത്തരം പെന്നി ക്യുക്ക്. പെന്നി ക്യുക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏതാണ്? ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. വേമ്പനാട്ട് കായലിൻ്റെ നടുവിലുള്ള ദ്വീപ് ഏതാണ്? വേമ്പനാട്ട് കായലിൻ്റെ നടുവിലുള്ള ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ലീനസ് പോളിംഗ്. ലീനസ് പോളിംഗ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യം ഏത്? ഉത്തരം സത്താറ. സത്താറയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത
ആദ്യ നാട്ടുരാജ്യം? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആര്? ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രാമാഭായി. പണ്ഡിത രാമാഭായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. മെർക്കാറ്റർ. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ട പിടിക്കുന്നതിനെ തടയാനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ട പിടിക്കുന്നതിനെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ഹെപ്പാരിൻ. ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ഓപ്ഷൻ സി ഹെർട്സ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അടുത്ത ചോദ്യം, മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ഉത്തരം ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോണിൽ എങ്ങനെയാണ് എനർജി മാറുന്നത്? ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കിയിട്ട് മാറ്റുന്നു. അടുത്ത ചോദ്യം, ആറ്റം എന്ന വാക്കിന് അർത്ഥം? ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആരാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ച ആചാര്യൻ ആരാണ്? എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു. കേരളത്തിൽ നിന്നും എത്ര ലോകസഭാ അംഗങ്ങളുണ്ട്? കേരളത്തിൽ നിന്നും 20 ലോകസഭാ അംഗങ്ങളാണ് ഉള്ളത്. ആരാണ് കല്ലേൻ പൊക്കുടൻ? കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നത് ആരാണ്? പരിസ്ഥിതി സംരക്ഷകൻ. കണ്ടൽക്കാടുകളൊക്കെ സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ കുറേ ന്യൂസ് റിപ്പോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ. ഉത്തരം പരിസ്ഥിതി സംരക്ഷകൻ. ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 13ാമത്തെ ഉപരാഷ്ട്രപതി. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാതകം. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാതകമാണ് ലൂ. ഉത്തരം ഓപ്ഷൻ സി ലൂ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. 1953 ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 1953 വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഫസൽ അലി. ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് ആരുടെ കാലത്താണ്? ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് MN ഗോവിന്ദൻ നായരുടെ കാലത്താണ്. കേരളത്തിലെ ഔദ്യോഗിക മൃഗം എല്ലാവർക്കും അറിയാം, ആന. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് ഓപ്ഷൻ ബി അവകാശികൾ. കുണ്ടറ വിളംബരം നടത്തിയതാര്? PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു ഒരു കാലത്തൊക്കെ. കുണ്ടറ വിളംബരം നടത്തിയത് ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ. സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. കാസർഗോഡ് ജില്ല രൂപീകരിച്ച വർഷം? കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് 1984 ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ധാതു വിഭവങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി.